AMD പവർ ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി വരെ ഉണ്ട്. Really ridiculous levels of performance. The uplift has been tremendous. Okay. The only downside is guys on ആവുന്നില്ലേ? Pretty good. I'm enjoying so far. Okay. Yeah. So you enjoyed the event? Yeah. Okay. See you and thanks for the opportunity. ഈ ഇവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AMDയുടെ 7000 സീരീസ് വെച്ചിട്ടുള്ള കുറച്ചധികം എന്താ പറയുക എക്സ്പോ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ബെഞ്ച് മാർക്ക്, അതേപോലെ തന്നെ PC ബിൽഡുകൾ 7000 എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസ് എന്നും അതിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതേപോലെ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾ എടുക്കണം, എന്തുകൊണ്ട് എടുക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനി നിങ്ങൾ കാണാൻ നമ്മുടെ ചാനൽ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യും. അപ്പോൾ ഗൈസ് ലെറ്റ്സ് ഗോ. അത് നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റിന്റെ ഡയലോഗാണ്. സോ ദിസ് ഈസ് പ്രശാന്ത് ആദ്യ വാച്ചിങ് GeekBoZ. ഹോട്ടൽ ലളിത്തിലാണ്. ആക്ച്വലി ലളിത് എന്ന് പറയുന്നത് മുംബൈയിൽ അന്തേരി ഈസ്റ്റിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ AMDയുടെ പ്രോഗ്രാം നടക്കുന്നത്. ഇതിൽ കാണുന്ന കുറേ ആൾക്കാർ യൂട്യൂബേഴ്സ് ഉണ്ട്, വ്ളോഗേഴ്സ് ഉണ്ട്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, പിന്നെ ബ്ലോഗേഴ്സും ഉണ്ട് കേട്ടോ. ബ്ലോഗേഴ്സും ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ പേന നിങ്ങൾക്ക് അറിയായിരിക്കും. ഇങ്ങോട്ട് ഓക്കെ ഇത് ഡൂയിങ് കമ്പ്യൂട്ടേഴ്സ്. വാട്ട്സ് അപ്പ് ഗൈസ്, വെൽക്കം ടു ഡൂയിങ് കമ്പ്യൂട്ടർ. നിങ്ങൾ മിക്കവാറും സംഭവം അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഗാഡ്ജറ്റ് 1 മലയാളവും GeekBoZും തമ്മിൽ ഇന്നലെ ചെറിയൊരു മലയാളി യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് കണ്ടുപോകുക. അതേപോലെ ഒളിച്ചിരിക്കുന്ന ആൾ ഗാഡ്ജറ്റ്സ് മലയാളം. അപ്പോൾ നമ്മൾ 3 പേരാണ് കേരളത്തിൽ നിന്ന് ഇതുവരെ കണ്ടത്. ഇനി ആൾക്കാരെല്ലാം സ്പോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ ലെറ്റ് യു നോ. ഓക്കെ, കുറേ പേരുണ്ട്, ഇഷ്ടംപോലെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമുക്കിതുപോലെ നമ്മുടെ ഇനി എന്താണ് ഇവരുടെ പരിപാടി എന്നുള്ളത് നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. ഇതാണ് റിസപ്ഷൻ. അവിടെ രജിസ്ട്രേഷൻ ഡെസ്ക് ഉണ്ട്. നമ്മൾ വന്നപ്പം തന്നെ കഴിക്കാനുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ കയറി. ഇവരെല്ലാം ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ഇതാണ് രജിസ്ട്രേഷൻ ഡെസ്ക്കാണ്. നമ്മുടെ കാർഡ് കിട്ടി പ്രശാന്ത് ഫ്രം GeekBoZ. TH ഉണ്ടല്ലോ, അത് കിട്ടില്ല. ഓക്കെ, അപ്പം ബാക്കിയുള്ളവരുടെ രജിസ്ട്രേഷൻ ഡെസ്ക് ഇവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് കയറുന്നത്. ID കാർഡ് കേട്ടോ. നമ്മുടെ അമലും ആയിട്ട് നമ്മൾ ഇവിടെ കയറാൻ പോവാണ്. പരിപാടി കേട്ടോ. ഓക്കെ, ഇവിടെ PCസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഏരിയ. ഇതൊരു വലിയൊരു ഇവൻ്റ് ആണല്ലോ ഗൈസ്. അതവിടെ കൂഗർ ക്യാബിനറ്റൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടത്. കൂഗറിൻ്റെ കോങ്കർ 2. പിന്നെ കുറേ ക്യാബിനറ്റ്സ്, മോഡൽസ്. ഇതാണ് നമ്മുടെ പരിപാടി. ഇവിടെ ഡൂയിങ് കമ്പ്യൂട്ടേഴ്സ് അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പയ്യനാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. നൈസായിട്ട് കാര്യം ഇടുന്നു കേട്ടോ. എനിക്മ ഗെയിമിംഗ് ഇതൊരു കിട്ടുന്ന പ്ലെയേഴ്സാണ് കേട്ടോ. എനിക്മ ഗെയിമിങ്ങിനെ പവർ ചെയ്യുന്ന AMD ആണ്. അതേപോലെ തന്നെ സ്കൗട്ട് പ്ലെയേഴ്സ് എല്ലാവരും AMD പവർ ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി വരെ ഉണ്ട്. നിങ്ങൾ കാണുന്ന എനിക്ക് എല്ലാവരും അറിയില്ല, കുറേ ഹിന്ദി ഗേൾസിന്, പിന്നെ വെലോസിറ്റി ഗെയിമിംഗ്, ഇവരൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് ലീഗുകളാണ്. This is Samay Gokhale. He is having a great gaming PC system integrator. And sir, you Shahul. Okay, so tell me sir, what's your point on AMD's 7000 series? just absolutely mind-blowing performance. Okay. Right. Just really ridiculous levels of performance. The uplift has been tremendous. Okay. The only downside is, and I'm sure as people are complaining and saying online, is that the boards are a little highly priced. Price കൂടുതലാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. Other than that, the performance is awesome. The performance, yeah, and even the price to performance ratio is still unequal. Basically, the point I want to bring to people's attention is that yes, the boards are a little bit highly priced. There is a reason. Okay. So the reason being is that you've got PCI 5.0 to support. Okay. Now, due to PCI for Gen 4, Gen 5 now. Gen 5. Gen 5. Okay. Right? Due to that, the price is high. Yes, but that doesn't explain why the price hike. Okay. The reason for that is the two biggest reasons are that one is you need a much higher quality of PCB. Your motherboard has to be a really good level or really well designed, because signal integrity is becoming a problem. Okay. You can only run PCI 5.0 traces for about 6 inches before you lose connections. Okay. So to support that bandwidth on multiple slots on multiple ports for an M.2, you have to use retimers. So these retimer chips are again expensive. They're PCI 5.0 retimers, so they're new, they're expensive. And then the PCB again, it's like a 12 layer, 14 layer. So the cost of so the the quality does matter. Has to go up. Even if it's an A Pro also, the quality will be good. Yeah, you can say this is more or less like server grade PCB. Oh, workstation type kind of. Yeah, and server grade, because another side effect of this is there is no bad motherboard, because to support PCI 5.0 and stuff,
the quality will the be quality good. has So, to be അപ്പോൾ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, എൻ്റെയും തെറ്റിദ്ധാരണയായിരുന്നു, മൈ പേഴ്സണൽ തിങ്, ദ ക്വാളിറ്റി ലൈക്ക് ക്വാളിറ്റി എന്നല്ല പ്രൈസ് ഈസ് ഹയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ബട്ട് ആ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദ ക്വാളിറ്റി ഈസ് ഗുഡ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു വർക്ക് സ്റ്റേഷൻ ലെവലിലുള്ള ഒരു ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട്. ദിസ് ഈസ് എ 7000 സീരീസ്. ഓക്കെ, സോ ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് എ PC that they have built, and I guess this is the spec. So ഈ ഒരു സ്പെക്കാണ്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടം നമ്മുടെ പഴയ ടെക്നോളജി അല്ല, 5000 അല്ല. അപ്പം ദിസ് ഈസ് ഓൾസോ പവർഡ് ബൈ DDR5 RAM. So I guess this is one of a kind of a beast PC, and you can play on like if the graphics card is good enough. The graphics card is നമ്മുടെ കാർഡ് 6900 XT. You can play it on 280 Hz. നമ്മുടെ അസൂസിൻ്റെ ടഫ് ആണെങ്കിൽ മോണിറ്റർ വന്നിട്ടുള്ളത്. ദിസ് ഈസ് ദ PC. കേട്ടില്ല, റേഡിയോൻ്റെ ഒഫീഷ്യൽ കാർഡ് കേട്ടോ. ഒഫീഷ്യൽ കാർഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് എങ്കിൽ പ്രതീക്ഷിക്കാം. ആൻഡ് ഓസം PC മാൻ. ഇതിൽ 7950X. ഈ ഒരു PCs ഒക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതുപോലെ എക്സ്പോസ് ഒക്കെ വരണമെന്നുണ്ടായിരുന്നു. ബട്ട് എനിവേ, താങ്ക്സ് ടു AMD ഫോർ ഇൻവൈറ്റിംഗ് മീ സോ ദാറ്റ് ഐ ക്യാൻ ക്യാപ്ചർ ഓൾ ദിസ് ഫോർ യു ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ കിടിലൻ ഇൻഫ്ലുവൻസേഴ്സ്, PC ബിൽഡേഴ്സ്, എവറി വൺ ഈസ് ചെയ്യാം. ആ ഒരു സാധനം കാണിച്ചു തരാം. ഇതാ മദർ ബോർഡിൻ്റെ സൈഡിൽ കണ്ടാവും. ഇത് റോഗിൻ്റെ X670 ആണ്. X670 എക്സ്ട്രീം എന്ന് പറയുന്നൊരു മോഡാണ്. ക്രോസ് ഫെയർ കേട്ടോ, ക്രോസ് ഫെയർ എക്സ്ട്രീം. ആ ബോർഡിൻ്റെ ആ ഒരു PCB ഇതുണ്ടല്ലേ, ഹീറ്റിങ്ങിൻ്റെ അവിടെ LED നമുക്ക് ഫുള്ളി കൺട്രോളബിൾ ആൻഡ് അഡ്രസ്സബിൾ ഡിസ്പ്ലേ ഇവിടെ ഉണ്ട്. അത് വളരെ യുണീക്കായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ആൻഡ് നമ്മുടെ റീജിയൻ 2 360 ലിക്വിഡ് കൂളർ വെച്ച് സെറ്റാക്കി എന്താ പറയുക, അസൂസിൻ്റെ ക്യാബിൻ. So I really liked it. ആ തോറിൻ്റെ നിങ്ങൾക്ക് അവിടെ കാണാം 7900X വിത്ത് X670E കാർബൺ വൈഫൈ. ബോർഡിൻ്റെ റേറ്റ് കൂടുതലാണ്. അപ്പം ആ ഒരു ഹിന്ദി പ്രോ നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് വേറൊന്നല്ല, ഇതിൻ്റെ ക്വാളിറ്റിയിൽ അവർ അത്രമാത്രം കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നാണ്. PC ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അമ്പലത അവിടുന്ന് PC വളരെ എക്സ്റ്റെൻസീവായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ വിൻഡോസ് മാത്രമേ ഗൈസ് ഓൺ ആവുന്നില്ലേ, നെറ്റില്ലാതെയാണ് നെറ്റില്ലാതെ നമ്മൾ അമല് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, അമല് പിന്മാറുന്നില്ല. അമല് എന്തൊക്കെ ഓണാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഡൂയിങ് കമ്പ്യൂട്ടർ PC അടുത്ത് വന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്വന്തം PC അപ്ഗ്രേഡിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇതെല്ലാം 7000 സീരീസിലാണ് ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആക്ച്വൽ റിയൽ ടൈം പെർഫോമൻസ് എന്ന് പറയുമ്പോൾ 6950 XT. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. നമുക്ക് ഈ റിയൽ ടൈം ബെഞ്ച് മാർക്സ് കാണുന്നതിലുപരി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പെർഫോമൻസ്, ഓരോരോ കാര്യങ്ങളായിരിക്കും യൂസ് വരിക. ചിലർക്ക് ഗെയിമിംഗ് ആയിരിക്കും, ചിലർക്ക് കോണ്ടന്റ് ക്രിയേഷൻ ആയിരിക്കും, ചിലർക്ക് ബ്ലെൻഡർ 3D മോഡലിംഗ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും പർപ്പസ് അനുസരിച്ചിട്ട് നിങ്ങൾ വേണം റിസൾട്ട് എടുക്കാൻ. അല്ലാതെ ഈ ബെഞ്ച് മാർക്ക് മാത്രം കണ്ടുകൊണ്ട് പോയി ചെന്ന് ചാടിക്കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസിലൊക്കെ കിട്ടണമെന്നില്ല. ആക്ച്വലി ഇത് കൊള്ളാലോ, ഹെഡ്സെറ്റിൽ ലൈറ്റോ, ഹെഡ്സെറ്റിൽ പോലും ലൈറ്റ്, അതും റോഗില്ല കേട്ടോ എല്ലാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ശ്രീനിവാസ് എം റെഡ്ഡി പുള്ളിക്കാരനാണ് നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷൻ ഇവിടെ നമുക്ക് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ Zen 3 ആർക്കിടെക്ചർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 5000 സീരീസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന Zen 3 ആർക്കിടെക്ചറിലും Ryzen 7000 സീരീസ് ഡിസൈൻ ചെയ്യുന്നത് Zen 4ലുമാണ്. അതോടൊപ്പം തന്നെ പുതിയ ലേറ്റസ്റ്റ് ജനറേഷനായ ഗ്രാഫിക്സ് കാർഡ്സ്, റേഡിയോൻ്റെ ഗ്രാഫിക്സ് കാർഡ് RDNAയുടെ 3ലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെയും കുറേ ടെക്നോളജിയെ പറ്റി പുള്ളിക്കാരൻ ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു നമ്മളൊരു ആപ്പിൾ ഇവൻറ്റിനൊക്കെ പോയ ഒരു PC എന്തൂസിയാസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ AMD ഇപ്പോൾ കൂടുതൽ കാര്യത്തിലോട്ട് എസ്പെഷ്യലി ഗെയിമേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ സിംഗിൾ കോർ പെർഫോമൻസ് കൂട്ടുന്നുണ്ട്. അതെങ്ങനെ പോലെ ഒരു ഗെയിമറിനെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഫ്യൂച്ചർ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ AMDയുടെ നെക്സ്റ്റ് ലെവൽ. പിന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ പറയല്ലോ, AM5 സോക്കറ്റ് ആണ്, PCIe Gen 4 ഉണ്ട്. അതെല്ലാം ഇതിൻ്റെ പെർഫോമൻസിനെയും ലാറ്റൻസിയും എഫിഷ്യൻസിനെയും
നമുക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് സാധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ Zen 4 ആർക്കിടെക്ചറിൽ വളരെ മാരകമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മുടെ 5 നാനോമീറ്റർ ടെക്നോളജിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പവർ ചെയ്യാനായിട്ട് X670 B650 മദർ ബോർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അറൗണ്ട് ഒരു 5.7 GHz വരെ ടോട്ടൽ നിങ്ങൾ ടർബോ ബൂസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓവർക്ലോക്കിങ്ങിന് വേണ്ടി AMDയുടെ മാസ്റ്റർ സോഫ്റ്റ്വെയർ, AMD മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ട്യൂണിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 29% പെർഫോമൻസ് ബൂസ്റ്റ് അതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. Guys, this is Vimal Chindapatla and okay bro, how was your experience with this AMD event? Pretty good. I'm enjoying so far. Okay. Yeah. So you enjoyed the event? Yeah. Okay. We actually have some experience zone here, so we can check out those brand new systems built with Ryzen 7000 series. So that is what we'll be doing next. Okay. So he'll be doing the 7000 review on English. Yes. And you can check out Vimal Chindapatla and Tech Srinivas. He's a father. Okay. So guys, അപ്പോൾ അച്ഛനും മോനും രണ്ടുപേരും യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് തന്നെ you can check out their channel too. അതേപോലെ തന്നെ AMD's ഇവൻറ്റിൽ നമുക്കിതുപോലെ ഇൻവൈറ്റ് ചെയ്തി ഇതുപോലെ ഒരു അവസരം കിട്ടി. ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റി. ഇതൊരു വലിയൊരു അവസരമായിട്ട് തന്നെ കാണുന്നു. കാരണം ഇതുപോലത്തെ ഇനിയൊരു ഇവൻറ്റ് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എനിവേ ലൈക്ക് നമുക്ക് എത്രയും ആൾക്കാരുണ്ട്, കുറേ നെറ്റ്വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് കുഴപ്പിച്ചുകൊണ്ട് കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. സോ എനിവേ നമുക്കിനി പല പല കാര്യങ്ങളിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ അടുത്തത് അമയ് ഗോഖലെയാണ്. പുള്ളിക്കാരനാണ് നമ്മുടെ ഈ ഒരു പ്രസൻറ്റേഷൻ്റെ മെയിൻ ഹൈലൈറ്റ്. പുള്ളിയാണ് ഈ ബെഞ്ച് മാർക്ക് റിസൾട്ട്സ് ഒക്കെ കാണിക്കുന്നത്. ഇത് കണ്ടപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയത് ഈ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് 7950X ആണ്. അങ്ങ് അറ്റം ഗ്രേ കളറിൽ കാണുന്നത് ഇൻ്റലിൻ്റെ 12th ജനറേഷൻ i9. ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ 7950Xന്റെ റേറ്റ് കണ്ടോ 55,990 പ്ലസ് ടാക്സ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 7900 ആണെങ്കിൽ 43,990 പ്ലസ് ടാക്സ് ആണ് പറയുന്നത്. പിന്നെ 7700Xും 7600Xും 32,000 24,000 പ്ലസ് ടാക്സുകളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. എന്നാൽ ഇതിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറഞ്ഞായിരിക്കും നമ്മുടെ റേറ്റ്സ് വരിക. അപ്പോൾ ഇതാണ് ടെസ്റ്റ് ബെഞ്ച് കേട്ടോ. ഈ ടെസ്റ്റ് ബെഞ്ചിൽ വെച്ചിട്ടാണ് അമയ് ഫുള്ള് PC-യുടെ പാർട്സുകളും ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതൊക്കെ വെച്ചാണ് ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ടെസ്റ്റ് റിസൾട്ട്സ് എല്ലാം വളരെ അസാധ്യമായിട്ട് പുള്ളി നല്ല ഡീറ്റെയിൽ ആയിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് തന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. MSI PC ആക്ച്വലി MSIക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ക്യാബിനറ്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ടോൾ ക്യാബിനറ്റ്. അപ്പോൾ MSIയുടെ തന്നെ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ, മോണിറ്ററാണിത്. And it's one of the good monitor with 240 Hz ആണ് refresh rate. It's 2K 240 Hz. Okay. അത് യൂസ് ചെയ്തിരിക്കുന്ന സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് MSI ലിക്വിഡ് കൂളർ റൈറ്റ്. MSI കോർ ലിക്വിഡ്. ഓക്കെ, കോർ ലിക്വിഡ് കൂളർ ആണ്. ആൻഡ് ദിസ് ഈസ് ആശിഷ്. ഓക്കെ, ഹീസ് ഹാൻഡ്ലിങ് MSI റൈറ്റ്. ഫുഡ് കഴിച്ചിട്ട് നിബിനും അമല വിടുന്ന കഥയൊക്കെ പറഞ്ഞത് കാലൊക്കെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവർ ചെയ്യുന്നത് എനിക്ക് സത്യപരം മനസ്സിലാവില്ല. ഇവർ ഫുഡൊക്കെ കഴിച്ചു. രണ്ടുപേരും ലൈം ടീ ചോദിച്ച കാര്യം അമൽ എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും അമൽ അത് അറിഞ്ഞിട്ടുണ്ട്. കണക്ക് എഴുതുകയാണ്. പിന്നെ എന്തോ ഡൂയിങ് കമ്പ്യൂട്ടേഴ്സ് എന്തൊക്കെ എഴുതുകയാണ്. അതെ, അവരെന്തൊക്കെ എഴുതി വെക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ പാവം പിള്ളേർ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റാതെ പെട്ടുപോയി. പിന്നെ ഞാൻ ചോദിച്ചാൽ അറിയാമല്ലോ ഇവർക്കൊരു ഉത്തരം കിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിക്കാത്തത്. ഓക്കെ, അപ്പം ഗൈസ് ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓരോ പ്രൊഡക്ട്സും ചെയ്യുമ്പോൾ ഇതുപോലെ എക്സ്പോ ഒക്കെ ചെയ്യണമെന്നാണ്. കാരണം അതാകുമ്പോൾ കുറേ കൂടെ നമുക്ക് പലരിലോട്ട് എത്താനും ഇതുപോലൊരു എന്താ പറയുക നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാനും ഒക്കെ സാധ്യമാവും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ. ഇപ്പം അമൽ ഇവിടുന്ന് MSI ടീമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ MSIയുടെ ഗ്രാഫിക്സ് കാർഡ് എന്നെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. കാരണം സഫയറിൻ്റെ കാർഡാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാറി ഇനിയിപ്പോൾ MSI വെക്കുമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ ഇവർക്ക് ഒരു നല്ലൊരു PR ടീമുണ്ട്. ആ ഒരു PR ടീമിനെ സത്യം പറഞ്ഞാൽ ഇത് ചെയ്തേ പറ്റുള്ളൂ, അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതൊക്കെ നല്ല നല്ല യൂട്യൂബേഴ്സാണ് കേട്ടോ. വളരെ അത് ഹിന്ദിയിലാണ് കോണ്ടൻറ്റ് ഇറക്കുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. അപ്പം ഇതാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്ത അമയ് ഗോഖലെ. അതേപോലെ തന്നെ രാധാകൃഷ്ണൻ സിറുണ്ട് നമ്മുടെ ഫോട്ടോഗ്രാഫറൊക്കെയാണ്. അപ്പം ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പുള്ളിക്കാരനും ഈസ് എ ക്രിയേറ്റർ. സോ അതുകൊണ്ട് തന്നെ ക്രിയേറ്റേഴ്സ്, ഗെയിമേഴ്സ്, സ്ട്രീമേഴ്സ് നിങ്ങൾക്ക് ഏവർക്കും ഡെഫിനറ്റ്ലി നല്ലൊരു ചോയ്സ് ആയിരിക്കും AMDയുടെ ഈ ഒരു പ്രൊസസ്സർ സെഗ്മെൻറ്റ്. 7000 ഈസ് വൺ ഓഫ് ദ എന്താ പറയുക
ഇതിനെപ്പറ്റി പൊക്കി പറഞ്ഞ് അല്ലെങ്കിൽ തള്ളി പറയേണ്ട ആവശ്യമില്ല, കൂടുതൽ തള്ളു പറയുന്നില്ല. ജെന്യുവനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ബൂസ്റ്റ് എന്തായാലും ഒബ്വിയസ്ലി ഉണ്ടാവും. ഏതൊരു പ്രോഡക്റ്റ് ലോഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്കും അതുണ്ടാവും. അപ്പോൾ അതിൽ എത്രമാത്രം അതിൻ്റെ പ്രൈസും കൂടെ വെച്ച് ജസ്റ്റിഫയബിൾ ആണെന്നുള്ളത് നമുക്കിനി വഴി അറിയാം. ബെഞ്ച് മാർക്കിന് വേണ്ടിയുള്ള PCs സെറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇവിടെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നും വളരെ ക്ലിയർഡാണ്. ആക്ച്വലി ഇത് 7600X വെച്ചിട്ടുള്ള PC ആണ്, ഓറസിൻ്റെ കാര്യം വെച്ചിട്ട്. ഇതിവിടെ കുളമാസിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന കുളമാസിൻ്റെ വൈറ്റ് ബിൽഡ്. നമ്മൾ കുറേ ബിൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുളമാസിൻ്റെ. ഇത് 7700X1ML360 ഒക്കെ വെച്ചിട്ടുള്ളതാണ്. കാർ ഓടിക്കാൻ അറിഞ്ഞൂടാതെ അമലിത പെട്ടിരിക്കുന്നത്, അമലിത നാണം കിട്ടും പിന്മാറിയിരിക്കുകയാണ്. ഇത് അമലിന്റെ വണ്ടിയല്ല, അല്ല അമലിന്റെ വലത്തെ കയ്യിൽ ഗിയർ ഉണ്ടെങ്കിലേ കളിക്കുള്ളൂ. ഇവിടെ നിവിൻ ചാലഞ്ച് ഏറ്റെടുത്തിട്ട് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഗൈസ് അമലിനെ കൊണ്ട് പറ്റും. അതെ, അമലിത അത് ചാലഞ്ച് ഏറ്റെടുത്ത്. ഏത് വണ്ടി ഇത്? ഏതൊരു വണ്ടി ഗൈസ്? ഈ വണ്ടി കണ്ടിട്ട് നിങ്ങൾക്ക് കോർവെറ്റ് ആണെന്ന് തോന്നുന്നില്ലേ? കോർവെറ്റ് ആണ്. അപ്പോൾ കോർവെറ്റ് ഓടിക്കാനായിട്ട് അമൽ ശ്രമിക്കുകയാണ്, പക്ഷേ ചവിട്ടിയിട്ടൊന്നും വരുന്നില്ല. അതെ വന്നു അമൽ സന്തോഷം. അമൽ ചിരിക്കുകയാണ്. അമലിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ കാണാതെ. നിവിൻ അവിടെ നിന്ന് എന്തൊക്കെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ക്യാമറ കൊണ്ടുപോയി അതിൻ്റെ അകത്തോട്ടൊക്കെ കയറ്റിയാണ് എടുക്കുന്നത്. നിവിൻ ഒരു വലിയൊരു ക്യാമറമാനാണ്. ഇതാ കണ്ടോ, എക്സ്പ്രഷൻ മാറി ക്യാമറ ഇങ്ങോട്ട് വന്നു, എക്സ്പ്രഷൻ മാറി. ഇതാ അമലിത് വീണ്ടും അതെ അമലിത് ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ പോവാണ് ഗൈസ്. ഇതേത് 4K TV ആണ്? ഇത് ഏതാണ്? ഇത് ഓറസിൻ്റെ മോൺ TV ആണ്. ഇത് മറ്റേ ജിഗാബൈറ്റ് എന്ന് പറഞ്ഞാൽ ഓറസ് അവരുടെ അല്ലേ? അവർ TV ഒക്കെ ഇറക്കിയെന്നാണ് അത്. അതെ, കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നു. അമലിന് അത്ര പറ്റില്ല. അമലിനെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഗൈസ്. അമൽ ശ്രമിക്കാത്തത് കൊണ്ടല്ല. അമലിനെ പോലത്തെ ഒരു കഴിവുള്ളൊരു യൂട്യൂബർ ഗെയിം കളിക്കുന്ന കണ്ടില്ലേ? ഇതാ വളരെ ഈസി ആയിട്ട്. ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് വന്നപ്പോൾ കിട്ടിയ മേജർ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്രോഡക്റ്റ്സ് ആണ്. 7000-ൻ്റെ തന്നെ പെർഫോമൻസും കറക്റ്റായിട്ടുള്ള ബെഞ്ച് മാർക്കുകളും നേരിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതും ഞാൻ തിയറട്ടിക്കലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു വർക്ക് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അതിൽ എത്രമാത്രം ടൈമിൽ എത്രമാത്രം റെൻഡറിങ് ടൈമിൽ നമുക്കത് എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റും. എന്നാലും നമുക്ക് ഇപ്പോൾ നമ്മൾ ഇൻ്റലിൻ്റെ 12th ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ് ഇപ്പോഴത്തെ നമ്മുടെ റൈസൻ്റെ 7000 സീരീസ്. അതിൽ യാതൊരു ഡൗട്ടും എനിക്ക് കിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു Ryzen 7000-ൻ്റെ ഡീറ്റെയിൽഡ് ഒരു ബിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ 40 സീരീസ് കാർഡ്സ്, NVIDIAയുടെ 40 സീരീസ് കാർഡ്സ് അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഡു എ വീഡിയോ എക്സ്ക്ലൂസീവ്ലി ഫോർ മലയാളം കമ്മ്യൂണിറ്റി. നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള പിള്ളേർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇനിയും ഇതുപോലത്തെ വ്ലോഗുകൾ കാണാനും അതേപോലെ തന്നെ പല പല കാര്യങ്ങളിലൂടെ എത്തിച്ചേരാനും താല്പര്യമുണ്ട്. കാണാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു കമൻറ്റ് ബിലോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പിള്ളേർ രണ്ടുപേരും പിറകെയുണ്ട്. അപ്പം താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ന്യൂട്രീഷൻ ദാവി സൈനിങ് ഓഫ്. അപ്പോൾ നമ്മുടെ ഇവൻ്റ് കഴിഞ്ഞു, നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം നമ്മളത് മീഡിയ കിറ്റ് വാങ്ങുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ പോകണ്ടേടാ? ഇത് വെച്ചോ. നമിത, ബൈ, സീ യു ആൻഡ് താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പം നമിതയായിരുന്നു നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പം നമ്മൾ പോവാണ്. ലെറ്റ്സ് ഗോ. പോം അമലെ. പിന്നെ നമ്മൾ വാ.